ഹായ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ശ്യാമള ഒരു ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ അവൾക്ക് മുന്നോട്ട് പോകാൻ വഴിയറിയാതെ നിൽക്കുന്ന സമയത്ത് അവളുടെ വീട്ടിലെ പഴയ തയ്യൽ മെഷീൻ എടുത്തുകൊണ്ട് വന്ന് തുണികളൊക്കെ തയ്ച്ച് കൊടുക്കുകയും അതുവഴി അവൾ ജീവിതത്തിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അത് വലിയ ഹിറ്റായ ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരുപാട് കേരളത്തിലെ നല്ല ലോകത്തിലെ തന്നെ ടൈലറിങ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ഈ കഥ റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ കഥയും ഇതേപോലെ തന്നെയാണ്. ഞാൻ 12-13 വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലായിരുന്നു എനിക്ക് ജോലി. ജിദ്ദയിലായിരുന്നു. അവിടെ നിന്ന് ജോലി മതിയാക്കി നാട്ടിലേക്ക് വരുന്ന സമയത്ത് നാട്ടിൽ 1-2 ബിസിനസ് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ നിൽക്കുമല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ മുതൽ മുടക്കി ഒരു ബിസിനസ് ചെയ്യുകയും 1-2 ബിസിനസ് ചെയ്യുകയും അതെല്ലാം സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പരാജയപ്പെടുകയും ചെയ്ത സമയത്ത് ഇനി എന്ത് ചെയ്യും, ഇനി ഒരു കരിയർ. അപ്പോൾ തന്നെ എനിക്കൊരു 30കളുടെ അവസാനം എത്തി. പുതിയൊരു കരിയറൊക്കെ തുടങ്ങാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ, മടിച്ചു നിൽക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകും. ആ സമയത്താണ് വേറെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ മാർഗമൊന്നുമില്ല. ആ സമയത്താണ് ഇതുപോലെ 12 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അതിലും 18 വർഷം പഴക്കമുള്ള ഒരു തയ്യൽ മെഷീനിൽ നിന്ന് ഞാൻ ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് എന്ന എൻ്റെ ആദ്യം സെൻറ്ററായിട്ടാണ് തുടങ്ങിയത്. തയ്ച്ചു കൊടുക്കുന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ട് അതാണ് തുടങ്ങുന്നത്. അതുപോലെ എൻ്റെ മക്കളുടെ പഴയ ഒരു സ്റ്റഡി ടേബിള്, പൊട്ടിപ്പൊളിഞ്ഞു പോയ സ്റ്റഡി ടേബിള്, അതിൻ്റെ പുറത്തൊരു പ്ലൈവുഡ്, അതിനെക്കാട്ടിയും വലിയൊരു പ്ലൈവുഡ് വെച്ച് അടിച്ച് അതിലാണ് എൻ്റെ കട്ടിംഗ് ടേബിളും എൻ്റെ ഈ ഒരു പഴയ തയ്യൽ മെഷീനുമായിട്ട് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കരിയർ കുറച്ചൊന്ന് ഇതായി വരുന്ന സമയത്താണ് എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ദിവ്യ തയ്യൽ പഠിക്കാൻ വരുന്നത്. ഞാൻ ദിവ്യ തയ്യൽ പഠിപ്പിക്കുന്നത് ഇതേ തയ്യൽ മെഷീനിൽ തന്നെയാണ്. ഈ ഒരു കട്ടിംഗ് ടേബിളും ഈ ഒരു തയ്യൽ മെഷീനിലുമാണ് എൻ്റെ ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് എന്ന എൻ്റെ സ്ഥാപനവും ഞാൻ തുടങ്ങിയത്. അതിൽ നിന്നും കിട്ടിയ ആ ഒരു മെഷീനിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ പതുക്കെ എൻ്റെ കരിയർ ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. ഇന്ന് എനിക്ക് ഒരുപാട് തയ്യൽ മെഷീനുകളും അതിലുപരി എനിക്ക് 3000-ലധികം വരുന്ന സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ക്രിയേറ്റീവ് ഫാമിലി എന്നുള്ള ഒരു സംരംഭം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചത് ഈ ഒരൊറ്റൊരു തയ്യൽ മെഷീനിൽ നിന്ന് മാത്രമാണ്. എനിക്ക് അതിന് ആകെ ചിലവായ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 500 രൂപയിൽ താഴെ മാത്രമാണ്. അത് ഒത്തിരി വർഷം മുന്നേ ആണ്. എന്നിരുന്നാൽ പോലും വളരെ തുച്ഛമായ ഒരു പൈസയ്ക്കാണ് ഞാൻ എൻ്റെ ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് എന്ന എൻ്റെ സ്ഥാപനം പടുത്തുയർത്തിയത്. എന്നെ ഒരുപാട് സ്ത്രീകൾ വിളിക്കാറുണ്ട്, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിവർത്തിയില്ല, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു തയ്യൽ മെഷീൻ, അതും നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് തയ്യൽ മെഷീൻ, ഇന്നാണെങ്കിൽ പോലും ഒരു 2000 രൂപയിൽ താഴെ മാത്രമേ നമുക്ക് ചിലവ് വരുവുള്ളൂ. അങ്ങനെ ഒരു തയ്യൽ മെഷീനും ഇതുപോലൊരു പഴയ ടേബിളും ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നായാലും നമുക്കൊരു കരിയർ തുടങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യം ആണ് എൻ്റെ കരിയർ തുടങ്ങാൻ, എനിക്ക് ഇങ്ങനെ ഒരു തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഒരു കരിയർ തുടങ്ങാൻ സാധിച്ചത്. ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നതിന് പോലും കാരണമായത് എൻ്റെ ഒരു 30 വർഷം പഴക്കമുള്ള ഒരു തയ്യൽ മെഷീനാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ എവിടെ നിന്നാണ് ഈ കരിയർ തുടങ്ങിയത്, അതിൻ്റെ സ്ഥലങ്ങൾ, അത് പിന്നീട് അതിൻ്റെ ഒരു വളർച്ച എങ്ങനെയായിരുന്നു ക്രിയേറ്റീവിൻ്റെ എന്നൊക്കെയുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.